അനിൽകുമാർ ഉണ്ട് നമുക്കൊപ്പം. അനിൽകുമാർ എം ജി മനു നമ്പൂതിരിയുടെ സുഹൃത്താണ്. താങ്കൾക്ക് കേൾക്കാമെങ്കിൽ വലിയ സന്തോഷമല്ലേ? കേൾക്കാം. പറഞ്ഞോളൂ. ഇത് നാല് തവണയായിരുന്നു, ഇത് അഞ്ചാമത്തെ തവണയാണ്. എല്ലാത്തിലും ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇത് ഭാഗ്യം മാളികപ്പുറത്തേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി ഭാഗ്യം. മനു നമ്പൂതിരി ഇപ്പം നല്ല തിരക്കിലാണ്. അത് കഴിഞ്ഞ ഉടൻ തന്നെ അങ്ങോട്ട് ഫോൺ കണക്ട് ചെയ്യാം. ഒത്തിരി സന്തോഷം. ഒരുപാട് ആഗ്രഹിച്ചിരുന്നതും കൂടെ ആയതുകൊണ്ട്. ഇതിനു മുമ്പ് 5 തവണ പട്ടികയിൽ വന്നിട്ടുണ്ട് എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? 4 തവണ ലിസ്റ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത്തവണയാണ് നറുക്ക് വീണത് അല്ലേ? അതെ. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കുമല്ലോ. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ജന്മപുണ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഞങ്ങള് സുഹൃത്തുക്കളും ബാക്കിയുള്ള ഇവിടെയുള്ള എല്ലാവരും ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ഫോണിൽ വിളിക്കാൻ സാധിച്ചോ? സംസാരിക്കാൻ സാധിച്ചോ? അല്ല, അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫോണിലാണ്. ഞാൻ ഇവിടെ ഉണ്ട്, അമ്പലത്തിലുണ്ട്. ഇപ്പൊ കുട്ടികളുടെ ശ്രീധർമ്മ ശാസ്താംഗ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അവിടെ നിൽക്കുകയാണല്ലേ? അവിടെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ നീലാഞ്ജനൊക്കെ നടക്കുന്ന നല്ല തിരക്കിലാണ്. അദ്ദേഹം പൂജയിലാണോ? പൂജയിലാണ്. പൂജ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങുമ്പോ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്താൽ ഞാൻ കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാവോ? ഓക്കെ ശരി, ഞങ്ങൾ കാത്തു നിൽക്കാം. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം ജി മനു നമ്പൂതിരിയുടെ സുഹൃത്ത് ശ്രീ അനിൽകുമാറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, മേൽശാന്തിയായി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനു നമ്പൂതിരി നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ മനു നമ്പൂതിരി. വലിയ സന്തോഷമല്ലേ? സന്തോഷം, വളരെ സന്തോഷം. ഒരുപാട് കാലത്തെ ആഗ്രഹം അങ്ങനെ സഫലമായി. പിന്നെ തീർച്ചയായിട്ടും ഒരു സംശയ കാര്യത്തിലില്ല. ഈ ഭാഗ്യം കടാക്ഷിച്ചു എന്ന് അറിഞ്ഞ നിമിഷം തോന്നിയ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ സന്തോഷമാണോ വിഷമം എന്താണെന്നോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥ. ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തുന്നത്, അതിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സന്തോഷം. ഇത്രയും വലിയ സന്തോഷം. ഇപ്പൊ പൂജയിലാണോ? ഇപ്പൊ ഏത് ക്ഷേത്രത്തിലാണ്? ഞാൻ കൂട്ടിക്കട ശാസ്താംഗ ക്ഷേത്രത്തിലാണ് ഇപ്പോ. അവിടെയാണ് ഞാനിപ്പോ. ശരി. അപ്പോൾ പൂജ ഇനിയും ഉണ്ടല്ലേ? ഉണ്ട്. ഇനി അടുത്ത പൂജയുണ്ട്. ഒരു പൂജ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത പൂജയുണ്ട്. ഇനി എപ്പോഴായിരിക്കും ശബരിമലയിലേക്ക് പുറപ്പെടുക? അത് ഇന്നിപ്പോ അമ്പലത്തിലെ അവിടുത്തെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് എല്ലാവരോടും ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. മിക്കവാറും നാളെ തന്നെ ഉണ്ടാവും. പോകാൻ വേണ്ടി മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ തോന്നിയിരുന്നു നേരത്തെ? ഭാഗ്യം കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓരോ വർഷവും ഞാൻ അപേക്ഷിക്കുമ്പോഴും നമ്മൾ ഈ പ്രശ്നം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പം തീർച്ചയായിട്ടും ഈ വർഷം പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ നിയുക്ത മാളികപ്പുറം മേൽശാന്തിയാണ് നമ്മളോട് സംസാരിച്ചത്, എം ജി മനു നമ്പൂതിരി. അദ്ദേഹം ഇപ്പോൾ കൊല്ലത്ത് മറ്റൊരു ക്ഷേത്രത്തില് പൂജാരിയായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം അവിടെ പൂജയിലാണ് ഉള്ളത്. അതിനിടയിലാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് കാലമായി അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അത് സഫലമായതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. 4 തവണയായി അപേക്ഷിച്ചിരുന്നു, പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ 5ാം തവണയാണ് ആ ഭാഗ്യം അദ്ദേഹത്തെ തേടിയെത്തിയത്. മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൊല്ലം മയ്യനാട് സ്വദേശിയാണ് എം ജി മനു നമ്പൂതിരി. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അതേസമയം തന്നെ ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ പ്രസാദ് ഇ.ഡി. ആണ്. അദ്ദേഹം തൃശൂർ ചാലക്കുടി മറ്റത്തൂർ കുന്ന് സ്വദേശിയാണ്. നിലവിൽ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അദ്ദേഹം. ശ്രീ പ്രസാദ് ഇ.ഡിയുടെ ദൃശ്യമാണ് ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 8ാം റൗണ്ടിലാണ് ഈ പ്രസാദ് ഇ.ഡി എന്ന പേരിലേക്ക്, ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു പേരിലേക്ക് എത്തുന്നത്. ഈ മേൽശാന്തി എന്ന് ഉള്ള ഒരു നറുക്കും ഈ ലിസ്റ്റിലുള്ളവരുടെ പേരും ഒരേ സമയം ക്രമത്തിൽ വന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയുള്ളൂ. ആ തെരഞ്ഞെടുപ്പിൻ്റെ നറുക്കെടുപ്പിൻ്റെ രീതി എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ 8 റൗണ്ടായിട്ട് ആണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യ പല റൗണ്ടുകളിലും ആ പേരിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ 8ാം റൗണ്ടിൽ പ്രസാദ് ഇ.ഡി എന്നുള്ള പേരിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും അവിടെ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള കുട്ടികളാണ്, പ്രതിനിധികളാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാ വർഷവും എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ നറുക്കെടുപ്പിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.
അതേസമയം തന്നെ തുലാമാസം 1-ാം തീയതിയായ ഇന്ന് കനത്ത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സന്നിധാനത്ത്. ദർശനത്തിന് വലിയ നീണ്ട ക്യൂ തന്നെയാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും തൽക്കാലം സന്നിധാനത്ത് വലിയ മഴയുടെ ഒരു സാഹചര്യമില്ല. അതിന് പ്രകൃതിയുടെ ഒരു അനുഗ്രഹം കൂടി ഭക്തരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി തൊഴുത് മടങ്ങാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. വലിയ തിരക്ക് ഇന്ന് ശനിയും നാളെ ഞായറും കൂടി വരുന്നത് കൊണ്ട് തന്നെ തിരക്ക് ഇരട്ടിയാകും. മാത്രമല്ല ഈ വരുന്ന 22-ാം തീയതി രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്തേക്ക് എത്തുകയാണ് ദർശനത്തിനായി. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളുമൊക്കെയും അവിടെ പൂർത്തീകരിക്കുന്നുണ്ട്, തിടുക്കത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 22-ാം തീയതിയുമായി ബന്ധപ്പെട്ട സമീപ ദിവസങ്ങളിലും ആ ദിവസവുമൊക്കെ ഈ ഭക്തജനങ്ങളുടെ തിരക്കിനെ സ്വാഭാവികമായും നിയന്ത്രിക്കുകയുണ്ടാകും ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി എത്തി ദർശനം പൂർത്തിയാക്കി പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ രാവിലെ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ചടങ്ങ് കൂടി ഇന്ന് സന്നിധാനത്ത് സോപാനത്തിന് സമീപമായി നടന്നത്.